നല്ല വചനം പേജിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും അവിടുത്തെ നിസ്തുല്യമാകുന്ന രക്ഷണീയ പ്രവൃത്തിയെയും സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും പ്രസ്തുത പഠന പരമ്പരയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സഹർഷം സ്വാഗതം. കഴിഞ്ഞ 7 എപ്പിസോഡിലായി ക്രിസ്തുവിനെയും അവിടുത്തെ ആളത്വത്തെയും സംബന്ധിച്ച് ക്രമബദ്ധമായി പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 8ാമത്തെ എപ്പിസോഡിൽ കർത്താവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതായത് ക്രിസ്തുവിന്റെ പുനരാഗമനത്തിനായിട്ട് നമ്മളെ ഒരുക്കുക. ഒരിക്കൽ നമ്മുടെ പാപം ചുമക്കുവാൻ നമുക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം സ്വർഗത്തിലേക്ക് കരയേറിപ്പോവുകയും അവിടുന്ന് രണ്ടാമത് വരും എന്ന് നമ്മോട് ഉറപ്പു നൽകിയ പ്രകാരം 2ാം വരവിനായി വിശ്വാസികളെ ഒരുക്കിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9ാം അധ്യായത്തിന്റെ 28ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, രക്ഷാമാർഗം, പ്രൊവിഷൻ ഓഫ് സാൽവേഷൻ. 2, ആപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്, അതിന്റെ പ്രായോഗികമായിരുന്ന പ്രയോജനം. ഒന്ന് രക്ഷാമാർഗവും മറ്റേത് അതിന്റെ പ്രായോഗികമായിരുന്ന പ്രയോജനവുമാണ്. അപ്പോൾ പ്രൊവിഷൻ ഓഫ് സാൽവേഷൻ മസ്റ്റ് കം ബിഫോർ there can be application of it. രക്ഷാമാർഗമാണ് ആദ്യം ഉണ്ടാകേണ്ടത്, പിന്നീടാണ് രക്ഷ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം ആക്കപ്പെടേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ബലിമരണത്താൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്നും നമ്മുടെ കുറ്റം ചുമത്തിക്കൊണ്ടിരുന്ന പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്നും ദൈവം നമ്മെ ശാശ്വതമായി വിടുവിച്ചു. അതാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം കൊണ്ട് സാധിച്ച ഏറ്റവും വലിയ നേട്ടം. കർത്താവായ യേശുവിനെ ഒരുവൻ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പാപത്തിന്റെ കുറ്റം നീക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും കടഭാരം ഒഴിഞ്ഞവരായി ദൈവസമാധാനം ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെ നമ്മുടെ രക്ഷ നമുക്ക് ഒരുക്കിയ ദൈവം നമ്മുടെ ആത്മാവിൽ നമുക്കുള്ള പാപത്തിന്റെ കന്മഷങ്ങളെ നമ്മളിൽ നിന്ന് നീക്കിയിട്ട് നമ്മെ വീണ്ടെടുത്തു എന്നുള്ളത് ദൈവവചനപ്രകാരം സത്യസന്ധമായിരിക്കുന്ന ഉപദേശ സത്യമാണ്. അങ്ങനെയാണെങ്കിലും പാപത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഉടൻ തന്നെ നമ്മെ തിരസ്കരിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയല്ല ചെയ്തത്, ഭൂമിയിൽ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ നമ്മോട് കൽപ്പിക്കുകയുണ്ടായി. അതിനായി നമ്മെ ഒരുക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയസ്ഥമാക്കി. അങ്ങനെ പരിശുദ്ധാത്മാവായ ദൈവം അനുദിന പ്രായോഗിക വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മെ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനായി നമ്മെ ഒരുക്കിക്കൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ ശരീരം പൂർണ്ണമായി വീണ്ടെടുക്കപ്പെടുവാൻ ഉള്ളതാണ്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് ഇതിനോടകം സാധിച്ചു കഴിഞ്ഞുവെങ്കിലും ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇനിയും വിദൂര ഭാവിയിൽ സാധിക്കപ്പെടേണ്ട ഒന്നും അത് കർത്താവിന്റെ 2ാമത്തെ വരവിനുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ടതും ആകുന്നു. ഫിലിപ്പിയ ലേഖനം 3ാം അധ്യായത്തിന്റെ 21ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവന്റെ അമർത്യമായ ശരീരത്തോട് അനുഭവമായി അവൻ രൂപാന്തരപ്പെടുത്തും. ഇതാണ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് അപ്പോസ്തലൻ നൽകിയ പ്രത്യാശയുടെ വചനം എന്ന് പറയുന്നത്. തെസ്സലോനിയ വിശ്വാസികൾ പറയുമ്പോൾ 1 4:14 പറഞ്ഞു: കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ടവരായി അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇത് സംഭവിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവിലാണ്. യേശു ക്രിസ്തു മാത്രമാണ് പോയതുപോലെ മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ ഏക രക്ഷകൻ. കൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു: ഞാൻ പോകും, ഞാൻ പോയി നിങ്ങൾക്കായി സ്ഥലമൊരുക്കും, സ്ഥലമൊരുക്കാൻ ഞാൻ മടങ്ങി വരും, ഞാൻ നിങ്ങളെ തിരസ്കരിക്കും,
ഈ ഇന്നയോളം റോമാലേഖന 8-ാം അധ്യായത്തിന്റെ 18 മുതൽ 25 വാക്കുകളിൽ പരാമർശിക്കുന്ന പോലെ ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ ഇരിക്കുന്ന ഈ സൃഷ്ടിയെ സമ്പൂർണമായി അന്ന് കർത്താവ് രൂപാന്തരപ്പെടുകയും വീണ്ടെടുക്കുകയും ചെയ്യും. അന്ന് നമ്മുടെ രക്ഷ അതിന്റെ പൂർത്തി പദത്തിലെത്തിച്ചേരും. വാസ്തവത്തിൽ രക്ഷയുടെ പൂർത്തീകരണ പദ്ധതി സംഭവിക്കുന്നത് നമ്മുടെ പുനരുദ്ധാന ശരീരത്തിലാണ്. അതോടുകൂടി നാം സമ്പൂർണമായി രക്ഷിക്കപ്പെടും. അതുവരെ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും എന്നുള്ള പ്രത്യാശയിൽ ഈ ഭൂമിയിൽ മുമ്പോട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ദൈവ വചനപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് ഒന്നാമത് വന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്റെ രണ്ടാം വരവിനായി രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ ഒരുക്കുക എന്നുള്ളതാണ്. പ്രിയ വിശ്വാസി, നാം കർത്താവിന്റെ വരവെങ്കിൽ അവനെ എതിരേൽക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുന്നുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ.